ഇൻഫ്ലുവൻസിങ് അതേഴ്സ്, മറ്റുള്ളവരെ വശീകരിക്കാൻ, ഇൻഫ്ലുവൻസ് ചെയ്യാൻ NLP നിങ്ങളെ സഹായിക്കും. കാരണം NLP എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു സ്റ്റഡിയാണെന്ന് നേരത്തെ പറഞ്ഞു. കാരണം മനസ്സ് ഉപയോഗിച്ചിട്ടേ നമുക്ക് വേറെ ആളെ വശീകരിക്കാൻ പറ്റുള്ളൂ. മനസ്സിൽ നിന്നുള്ള ചിന്തകൾ, മനസ്സിൽ നിന്ന് വരുന്ന വികാരങ്ങൾ അനുസരിച്ച് മുഖത്ത് എക്സ്പ്രഷൻസ് ഒക്കെ വരും. അതനുസരിച്ചിട്ടാണ് നമ്മൾ പുറത്തേക്ക് കൺവേ ചെയ്യുന്നത്, നമ്മുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ. കാരണം ഒരാളെ നമ്മൾ വശീകരിക്കുന്നത് കമ്മ്യൂണിക്കേഷനെ കൂടെയാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിലെ കുട്ടികളോട് പറയാണ്, നീ അവിടെ പോയിട്ട് മുറ്റത്ത് എന്തെങ്കിലും നിപ്പുണ്ട്, കരിയേപ്പില നീ പറിച്ചുകൊണ്ട് വാന്ന് പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അത് കോൺഷ്യസ് മൈൻഡിലേക്കാണ് എത്തുന്നത്. കോൺഷ്യസ് മൈൻഡിൻ്റെ രീതി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നേരെ റെഫ്യൂസ് ചെയ്യുക എന്നുള്ളത്, റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 10 വയസ്സ് വരെയുള്ള കുട്ടികൾ അനുസരണയുള്ളതിൻ്റെ പേരിലും ഒക്കെ അവർ പോയെന്ന് വരിക. പക്ഷെ ഒരു 10-15 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഉടനെ അതിനെ റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ റെസിസ്റ്റൻസ് ഉണ്ടാകാത്ത വിധത്തിൽ അവരോട് സംസാരിച്ച് അവരിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളതാണ്. അതാണ് ഇൻഫ്ലുവൻസിങ് അതേഴ്സ് എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? നമുക്ക് ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുണ്ട്, അതുപോലെ അവർക്കും കാണുമായിരിക്കും. അപ്പം അതാണ് NLP കൂടെ എങ്ങനെ സാധിക്കും എന്നാണ് പറയുന്നത്. NLP മുഴുവനും ഇൻഫ്ലുവൻസിങ് ആണ്. ഏത് സെൻറ്റൻസ് എടുത്തു കഴിഞ്ഞാലും മനസ്സിൻ്റെ ഭാഷയാണ്. മനസ്സ് എന്താ ചെയ്യുന്നത് വെച്ചാൽ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതിന് മുമ്പായിട്ട് ഇപ്പം നിങ്ങൾ ചിലരൊക്കെ പറഞ്ഞ പോലെ ആദ്യം ഞാൻ എന്നെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യണം. എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അറിയാമെങ്കിൽ മാത്രമേ എനിക്ക് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനാണ് നോ യുവർ സെൽഫ്. ഇതാണ് നിങ്ങളുടെ പലരും പറഞ്ഞല്ലോ, സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സ്വയം മനസ്സിലാക്കി കഴിയുമ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ ഞാൻ എന്താണ്, എൻ്റെ മനസ്സെന്താണ് എന്ന് മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോഴേ നമുക്ക് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ എന്നെ മനസ്സിലാക്കണം. അതിനുശേഷം നമ്മൾ ആരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നോ ആ വ്യക്തിയെ മനസ്സിലാക്കണം, നിർബന്ധമാണ്. മനസ്സിലാക്കാതെ കൊണ്ട് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഏത് ലെവലിലാണ് നിൽക്കുന്നതെന്ന്, ഏത് സ്റ്റേജിലാണെന്നുള്ളത്. കാരണം നമുക്ക് ഒത്തിരി മനസ്സിന് സ്റ്റേറ്റുകളുണ്ട്. ദേഷ്യം, സങ്കടം, പേടി, വെറുപ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പം 100% വിജയിക്കണമെന്ന് 100 അല്ല, എന്തെങ്കിലും ഒരു വിജയം ആ ഭാഗത്ത് നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നോർമലായിരിക്കണം. നോർമൽ എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് വികാരം അദ്ദേഹത്തിന് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ആ വ്യക്തിയായിട്ട് കുട്ടികളായിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന കുട്ടികൾ ഏതെങ്കിലും കാര്യത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കുട്ടികൾ. അപ്പോൾ അവനോട് പറയണ നീ അവിടെ പോയി ഇന്നത് എടുത്തുകൊണ്ട് വരാൻ പറയും. ഞാൻ പറയും എനിക്ക് പറ്റിയാലെന്ന് പറയും. അപ്പം നമ്മൾ ചില ഭീഷണിപ്പെടുത്താൻ പോയെന്ന് വരും. ഇറ്റ്സ് ഡിഫറെന്റ് തിങ്. അതുപോലെ തന്നെ അഡൾട്ടായിട്ടുള്ള ആൾക്കാർ അവർ റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ മാത്രമേ അവരോട് ഒരു കാര്യം പറയാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അവരുടെ തലയ്ക്ക് ആവത്തില്ല. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ആ വ്യക്തിനെ മനസ്സിലാക്കുക. ആ വ്യക്തിനെ NLPയുടെ രീതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ എളുപ്പ വഴികളുണ്ട്. അയാളുടെ ലോകത്തെ മനസ്സിലാക്കുക എന്ന് പറയും. ലോകം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനിപ്പോൾ ഏത് ലോകത്തിലാണ് ഇരിക്കുന്നത്. സന്തോഷം എന്ന് പറയുന്ന ഒരു ലോകമുണ്ട്, പേടി എന്ന് പറയുന്ന ഒരു ലോകമുണ്ട്, അസൂയ എന്ന് പറഞ്ഞ ലോകമുണ്ട്. അപ്പം ഇത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതിനാണ് നമ്മുടെ ബോഡി ലാംഗ്വേജ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞത് ബോഡി ലാംഗ്വേജ്, മുഖം കാണുന്നത്, മുഖത്തൂടെയാണ് അവരുടെ മനസ്സിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ മനസ്സിലാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിച്ചെന്നുള്ളതാണ്. നിങ്ങൾ പലരും കുടുംബക്കാരാണല്ലോ. അപ്പോൾ കുടുംബക്കാർ സാധാരണ ഇതിൻ്റെ ഫാമിലിയിൽ പറയുന്നതാണ്, എൻ്റെ ഭർത്താവിന് എന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, എൻ്റെ കുട്ടികൾ എന്നെ മനസ്സിലാക്കുന്നില്ല, ഭർത്താവ് പരം ഭാര്യ എന്നെ മനസ്സിലാക്കുന്നില്ല. അപ്പം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ആർക്കും ആരും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ
അതെ, അവർ ഏത് ലോകത്തിലാണ് സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതിന് നമ്മൾ NLPയുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മാപ്പ്, അവരായിരിക്കുന്ന അവസ്ഥ, അവരുടെ ലോകത്തെ മനസ്സിലാക്കുന്നതിന് അണ്ടർസ്റ്റാൻഡ് ദിയർ മാപ്പ് എന്ന് പറയും. ഇതെല്ലാം NLPയുടെ ടെക്നിക്കൽ വാക്കുകളാണ്. അത് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ അവരതിനെ സ്വീകരിക്കുള്ളൂ. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ഒരു ഭാഗം, അത് NLPയുടെ ഒരു ഭാഗത്ത് പറയുന്നു. പിന്നെ NLPയുടെ വേറൊരു ഭാഗത്ത് പറയുന്ന റാപ്പോ ബിൽഡിംഗ്. റാപ്പോ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ബന്ധം സ്ഥാപിക്കുക, മറ്റൊരു വ്യക്തിയായിട്ട് ബന്ധം സ്ഥാപിക്കുക. അത് നമ്മളിപ്പം NLP പഠിക്കണമെന്നില്ല, ഏതൊരു കാര്യത്തിനാണെങ്കിലും വേറെ വ്യക്തിയായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ ആ വ്യക്തിയായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കും. നേരിട്ട് ചെന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയാൻ. പ്രായമുള്ള ആൾക്കാരുടെ കാര്യം ഇനി പറയുന്നത്, കുട്ടികളോട് പിന്നെ അങ്ങനെയൊന്നും നമ്മൾ പറയാറില്ല. നീ അത് ഈയടാ ഇത് ഈയടാ എന്ന് പറയും. പക്ഷെ എന്നാലും അവൻ സന്തോഷത്തോടെ പോയെന്ന് വരില്ല. അപ്പോൾ പ്രായമുള്ള ആൾക്കാരോട് എന്ന് പറഞ്ഞാൽ അഡൾട്ടായിട്ടുള്ള ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പം ചുമ്മാ ചാടിക്കയറി നമ്മൾ കാര്യങ്ങൾ പറയാൻ. ആദ്യം കയറി ചേട്ടാ എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ച് ഒരു സെൽഫ് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിന് നമ്മൾ റാപ്പോ ബിൽഡിംഗ് എന്നാണ്. റാപ്പോ RAPPORT, റാപ്പോ ബിൽഡിംഗ്. ഇതെല്ലാം NLPയുടെ ടെക്നിക്കൽ വാക്കുകളാണ്. NLP പഠിച്ചവർക്ക് ഇതൊക്കെ അറിയാം, അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ പഠിക്കാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ റാപ്പോ ബിൽഡിങ് ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നതാണേലും NLPക്ക് NLPയുടേതായ രീതിയിലുള്ള റാപ്പോ ബിൽഡിംഗ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിന് ചില ടെക്നിക്കൽ വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. മിററിംഗ് എന്നുള്ള വാക്കുണ്ട്, മാച്ചിങ് എന്നുള്ള വാക്കുണ്ട്, പേസിങ് ആൻഡ് ലീഡിംഗ് എന്ന് പറയും. മിററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വ്യക്തിയായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഇരിക്കുകയാണെങ്കിൽ ആ വ്യക്തി ഇരിക്കുന്ന പോലെയൊക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഇരിപ്പ് അങ്ങോട്ട് വരും. സംസാരിക്കുമ്പം അവരുടെ രീതി, അവരുടെ ടോൺ പോലെ തന്നെ നമ്മളും സംസാരിക്കും. ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ NLP പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയും കൂടെ ഒരു കാര്യം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ പേരിൽ കുറേയൊക്കെ നമ്മൾ തന്നെത്താൻ നമ്മുടെ ഭാഗം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ചിലപ്പോൾ നമ്മൾ ഇച്ചിരി റഫ് ആൻഡ് റൂഡായിട്ടൊക്കെ പെരുമാറുമ്പം ഇതൊന്നും സംഭവിച്ചെന്ന് വരികയില്ല. അപ്പോൾ ഏതെന്തെങ്കിലും തരത്തിലുള്ള മാച്ചിങ് അവിടെ വന്നിട്ടില്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം നമ്മൾ തമ്മിലുള്ള ബന്ധം വേണ്ട വിധത്തിൽ സ്ഥാപിച്ചില്ലെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിനെ ആർട്ടിഫിഷ്യലായിട്ട് NLP പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യണം, അതനുസരിച്ചിട്ട് നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യും. നമ്മുടെ ബോഡി നമ്മുടെ ഇരിപ്പും സംസാരിക്കുന്ന രീതികളും കാൽ വെക്കുന്ന പൊസിഷനും നമ്മുടെ ശരീരം ഉയർത്തിയാണോ നിവർത്തിയാണോ വെക്കുന്ന കാര്യങ്ങളും അതെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പം അവർക്ക് പ്രത്യേക ഒരു താല്പര്യം നമ്മളോട് തോന്നും. നമ്മളിത് അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്, അവരിതൊന്നും അറിയുന്നില്ല. അപ്പോൾ ശരീരം അഡ്ജസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ മുഖത്തെ എക്സ്പ്രഷൻസ് അഡ്ജസ്റ്റ് ചെയ്ത ഉടനെ അവരെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാതിരുന്നത്, അതോടുകൂടി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഔട്ട്കം അവരിൽ നിന്ന് കിട്ടും. അതാണ് ഈ പറഞ്ഞത്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു വ്യക്തിയായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിനാ നമുക്കവിടെ പ്രത്യേക ചില താല്പര്യങ്ങളൊക്കെ ഉണ്ട്. അത് ലഭിക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങളൊരു കടയിൽ പോയാലും അപ്പം നിങ്ങൾ സ്കൂൾ ടീച്ചറാണെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിലും ഇനി വേറെ ഏതെങ്കിലും വീട്ടിലെ മറ്റംഗങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുകയാണെങ്കിലും നിങ്ങൾക്കൊരു ഔട്ട്കം, ഒരു റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ആ സംസാരിക്കുമ്പം അവർ ഇൻഫ്ലുവൻസിങ് രീതിയിലുള്ള സംസാരത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ അവരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന അനുഭവം അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്കം അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ റാപ്പോ ബിൽഡിംഗ് ആണ് NLP ഉപയോഗിച്ചിട്ട് നമ്മൾ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്. അങ്ങനെ NLPയുടെ ഏത് ഭാഗം എടുത്തു കഴിഞ്ഞാലും, ഞാനിപ്പോൾ 2 ഭാഗം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, ഏത് ഭാഗം എടുത്തു കഴിഞ്ഞാലും അത് ആ NLP പഠിച്ചവർക്ക് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കിക്കൊണ്ട് പോകാൻ സാധിക്കും. അത് വീട്ടിലായാലും പുറത്തായാലും രാഷ്ട്രീയത്തിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു കച്ചവടക്കാരനാണെങ്കിലും ഇതെല്ലാം സാധിക്കും. പ്രത്യേകിച്ച് സെയിൽസിലൊക്കെ ഈ വരുന്ന ആൾക്കാരെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തില്ലെങ്കിൽ അവർ മേടിക്കത്തില്ല. പക്ഷെ അവർ ഇൻഫ്ലുവൻസ്ഡ് ആകുന്നുണ്ടെന്നുള്ളത് അവരറിയാനും പാടില്ല. അപ്പം ഇതെല്ലാം സംഭവിക്കുന്ന അബോധ തലത്തിലാണ്.
അപ്പോൾ അതിനൊക്കെ ചില ടെക്നിക്കൽ വാക്കുകളൊക്കെ നമ്മുടെ ജാർഗൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, ഹിപ്നോട്ടിക് ലാംഗ്വേജ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഉള്ള സംഗതി ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് വിജയിക്കണം. കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നമ്മൾ സാധാരണ പറയുന്നത്? എടോ അല്ലെങ്കിൽ എട അല്ലെങ്കിൽ പെങ്ങളെ അല്ലെ ചേട്ട അനിയ അതിഞ്ഞ എടുക്കാനാണ് നമ്മൾ പറയുന്നത്. അതൊന്ന് ചെയ്തേന്നാണ് പറയുന്നത്. മനുഷ്യന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്തു പറഞ്ഞാലും മനസ്സിൽ ആദ്യം വരുന്ന നോയാണ്, റെസിസ്റ്റൻസ് ആണ്. കാരണം കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ മൈൻഡാണ്. അവനെ പെട്ടെന്ന് കോൺഷ്യസ് ആയി, എന്നോട് ഇത് എടുക്കാൻ പറഞ്ഞു, ഇവനാരാടെ ഇത് ചെയ്യാന്നുള്ള ഒരു ധാരണയല്ല, നോ മാത്രമേ അയാളുടെ വായിന്ന് വരൂ. അപ്പൊ അയാളെ വായിന്ന് അയാൾ അറിയാതെ കൊണ്ട് സബ് കോൺഷ്യസ് ലെവലിലേക്ക് ആ മെസ്സേജ് നമ്മൾ പാസ് ചെയ്യുമ്പോഴാണ് അയാൾ അറിയുന്നില്ല, അറിഞ്ഞ അയാൾ ഇൻഫ്ലുവൻസ്ഡ് ആകുക. അപ്പൊ അയാൾ അറിയാത്ത തരത്തിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു 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 മെത്തേഡിനാണ് എംബഡഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന കാര്യത്തിൻ്റെ അടിയിലാണ് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ കാണിച്ചിരിക്കുന്നത്. അത് അയാളുടെ തലയിലോട്ട് കയറത്തില്ല. നേരെ അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചെല്ലും. സബ് കോൺഷ്യസ് മൈൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവുമില്ല. സബ് കോൺഷ്യസ് മൈൻഡിൽ എന്ത് പറയുന്നു അതനുസരിച്ച് അയാൾ ചെയ്തിരിക്കും. സബ് കോൺഷ്യസ് മൈൻഡിന് പ്രത്യേക ക്രിട്ടിസൈസ് ചെയ്യാനോ തരംതിരിച്ച് കാണാനോ ഉള്ള കഴിവില്ല, കോൺഷ്യസ് മൈൻഡിനുള്ളൂ. അപ്പോൾ യു ഹാവ് ടു ടോക്ക് ഇൻ സച്ച് എ വേ ദാറ്റ് ദ മെസ്സേജ് ഷുഡ് ഗോ ടു ദ സബ് കോൺഷ്യസ് മൈൻഡ്. അതൊരു ഒരു കഴിവാണ്. അതിപ്പോൾ ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോഴേ നമുക്കത് കിട്ടുള്ളൂ. അപ്പൊ അതിനെ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഷുവർ ദാറ്റ് അതർ പേഴ്സൺ ഈസ് റിലാക്സ്ഡ്. ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്, എല്ലാത്തിൻ്റെ തുടക്കം നമ്മൾ ഈ ഇത് പറയുമ്പോഴും ആ ആള് റിലാക്സ്ഡ് സ്റ്റേജിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒന്നും സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആകുകയില്ല. സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആകണമെങ്കിൽ ആൾ റിലാക്സ്ഡ് ആയിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡാണ് എപ്പോഴും ഓപ്പൺ ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് ചില ടെക്നിക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതൊന്നും അവരറിയത്തില്ല. അത് എന്നിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. വേണമെങ്കിൽ റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകാലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ എന്തെങ്കിലുമൊക്കെ അവരുടെ കാര്യങ്ങൾ ചോദിച്ചാൽ വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമൊക്കെ അല്ലേ എന്നൊക്കെ പറയുമ്പം അവർ നമ്മുടെ ഒപ്പം അങ്ങ് സഞ്ചരിക്കും. അപ്പോൾ അവരെ തന്നെ മറന്നുപോയി നമ്മളിലേക്ക് പൂർണ്ണമായിട്ടും കോൺസെൻട്രേഷൻ വരും. കാരണം അവരുടെ വെൽവിഷിങ്ങാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അത് സംസാരിച്ച് നമുക്ക് മനസ്സിലാകും അവർക്ക് ഏത് ഫീൽഡിലാണ് താല്പര്യമുള്ളതെന്ന്. ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളല്ല, വെറുതെ അയാളിപ്പം ചോദിച്ച് വന്നു, അതാണ് അവരുടെ ലോകം എന്ന് പറയുന്നത്. അയാളിപ്പോൾ ഒരു ഫുട്ബോൾ കളിക്കാരനാണെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ കൊണ്ട് തന്നെ അയാളുടെ വാക്കുകളിൽ നിന്നൊക്കെ ഈ ഫുട്ബോളിനെ പറ്റിയൊക്കെ വരും. ഉടനെ അതിൻ്റെ അകത്ത് നമ്മൾ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുക. അങ്ങനെ ഇൻട്രസ്റ്റ് കാണിച്ചു കഴിയുമ്പം അയാൾ നമ്മളിൽ അങ്ങ് ലയിച്ചു പോകും. കുറച്ച് കഴിയുമ്പം ഇതിനാണ് പേസിങ് ആൻഡ് ലീഡിങ് എന്നത് NLP ചില ടെക്നിക്കൽ വാക്കുകളാണ്. അപ്പോൾ അവരെ കൊണ്ട് സംസാരിപ്പിക്കുക ആദ്യം. അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംസാരം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് നന്നുള്ള എമ്പതിയോടുകൂടി അല്ലെങ്കിൽ ഇൻട്രസ്റ്റോടുകൂടി കേട്ടുകൊണ്ടിരിക്കുമ്പം അവർ നമ്മളിൽ അങ്ങോട്ടങ്ങ് ലയിച്ചു പോകും. പിന്നെ നമ്മൾ എന്തെങ്കിലും പയ്യെ പറയുന്ന കാര്യങ്ങൾ അവരുടെ സബ് കോൺഷ്യസ് ലെവലിലേക്ക് എന്നിട്ട് ദേ ഗെറ്റ് ഇൻഫ്ലുവൻസ്ഡ്. അതാണ് നമ്മുടെ എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ചില പ്രത്യേകതരം വാക്കുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ നമ്മൾ ധാരണ സംസാരിക്കുമ്പം നാടൻ ഭാഷ പറയാറില്ല, ഒരു ഉടക്കാറുണ്ട്. അത് ശരിയൊന്നുമല്ല, അങ്ങനെയൊന്നുമല്ല, ഇങ്ങനെയൊന്നുമല്ല നമ്മൾ പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ അവരെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ അവരോട് നോ പറയല്ല. നോ പറയേണ്ട സ്ഥാനത്തേക്കാണ് അത് ശരി, ഓക്കെ, എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഓക്കെ, അതാ നിങ്ങൾ ഉദ്ദേശിച്ചല്ലേ, ഇതല്ലേ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞിട്ട് അയാൾ കൂടുതൽ സംസാരിക്കും. അതാണ് പേസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് ബഹുമാനിച്ചിട്ട് എഗ്രി ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പയ്യെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അയാളുടെ സംസാരം പയ്യെ സ്ലോ ഡൗൺ ചെയ്യും. ആ സമയത്താണ് നമ്മൾ അപ്പോഴത്തേക്കായിട്ട് ഫുള്ളി റിലാക്സ്ഡ് ഉണ്ടായി. ആ സമയത്താണ് നമ്മുടെ കാര്യങ്ങളൊക്കെ പയ്യെ അങ്ങോട്ട് അവതരിപ്പിക്കാൻ തുടങ്ങും. അപ്പോൾ സംസാരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇംഗ്ലീഷിൽ ബട്ട് എന്നുള്ളൊരു വാക്കുണ്ടല്ലോ. ആ ബട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് മീനിങ്ങിലാണ്.
ഇതൊക്കെ ആണെങ്കിലും ചേട്ടാ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം അവർ പറഞ്ഞ് അംഗീകരിച്ചില്ലെന്നുള്ളതാണ്. അതിന് വേണമെങ്കിൽ നമുക്ക് അതിന് പകരം അതൊക്കെയാണ് ഇതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് വിട്ടേച്ചാൽ മതി. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും അവർ ഫുള്ളി റിലാക്സ്ഡ് ആകും. നമ്മുടെ കാര്യങ്ങൾ ചെറുതായിട്ട് അവതരിപ്പിക്കാൻ പറ്റും. അങ്ങനെ അവർ they get influenced.